വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്കൊക്കെ ഒത്തിരി ബലഹീനതകളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ശരീരത്തിലുണ്ട്, മനസ്സിലുമുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒരുപാട് ബലഹീനതയും കുറവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഗോയിങ് ത്രൂ, റിലൈ ഓൺ ഹിം ആൻഡ് ഹിസ് സ്ട്രെങ്ത്. അവനിലും അവൻ്റെ ശക്തിയിലും മാത്രം ആശ്രയിക്കുക, തന്നിൽ ആശ്രയിക്കരുതെന്നാണ് നേരത്തെ നമ്മൾ വായിച്ചത്. ഇന്നത്തെ പ്രശ്നം, ഞാൻ എന്നിൽ ആശ്രയിച്ച് എങ്ങനെയെങ്കിലും ഞാൻ കവർ ചെയ്യും. നോ, കവറപ്പ് ചെയ്യാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ബലഹീനത തുറന്ന് സമ്മതിക്കുക. ബലഹീനനാണെന്ന് ദൈവസന്നിധിയിൽ പോയി നെടുമ്പാട് വീണ് ദൈവത്തോട് പറയുക. എല്ലാവരോടും പറഞ്ഞ് നമ്മളിങ്ങനെ സിമ്പതി പിടിച്ചിട്ട് എന്ത് കാര്യം പ്രിയപ്പെട്ടവരെ, അല്ലേ? എനിക്ക് ചിലരെ അറിയാം, അവരെപ്പോഴും എന്നെ ആരും ഒന്നും ആശ്വസിപ്പിക്കുന്നില്ല, എന്നെ ആരും ഒന്നും ഈ പറഞ്ഞ പോലെ എന്നെ ഒന്ന് കാണുന്നില്ല, ആരും എന്നെ ഒന്ന് വിളിക്കുന്നില്ല, ആരും എനിക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ സങ്കടമോ പറയുന്നത്. ശരിയാണ്, ക്ഷീണം വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, നമ്മൾ ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നും. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം ധൈര്യപ്പെടുത്തുന്നൊരു കാര്യം, ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും, ചിലർ കണ്ടും കാണാതെയൊക്കെ പോയെന്നും ഇരിക്കും, പക്ഷെ അവിടെയും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ ബലഹീനതയിലാണ് എന്നെ ബലം എടുത്തി എന്നെ ശക്തി. ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ബലം അവൻ തരുന്നത്.